അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ചൂട് കൂടുതലാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3 കളർ ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ വെള്ള, മഞ്ഞ, ക്രീം കളറൊക്കെ ആയിരിക്കത്തില്ലേ, അതേപോലെയുള്ള ഇടിയപ്പമാണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരിപ്പൊടിയും ചോളം മാവും റാഗിയും വെച്ചുള്ള നല്ല ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അരിപ്പൊടി ഇട്ടു. ഇവിടെ കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇടുന്നു കേട്ടോ. ചോളം ഇട്ടു, റാഗി ഇട്ടു. ഇപ്പോൾ ഞാനിത് 3 ഇട്ട് ഇടിയപ്പം സെവനാഴി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. തേങ്ങയുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഞാൻ വെള്ളമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇടിയപ്പത്തിന് ഉണ്ടാക്കാനുള്ള തട്ട് നമുക്ക് ഈ തട്ടൊന്ന് ചൂടാക്കി ഇട്ടുണ്ടല്ലേ എളുപ്പം ഇനി എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തട്ടെപ്പോഴും ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കട്ടെ, നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടിയിലോട്ട് വെള്ളം ഒഴിച്ചു, ഗ്ലാസ്സിൽ മുക്കി എടുക്കുക കേട്ടോ. റാഗിയിലോട്ട് വെള്ളം ഒഴിച്ചു, ഈ ചോളത്തിലോട്ട് വെള്ളം ഒഴിക്കാം. എല്ലാത്തിനും ഇച്ചിരി കൂടെ വെള്ളം വേണം. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിന് നനയ്ക്കുന്ന കണക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? കറുപ്പ്, വെള്ള, മഞ്ഞ 3 മാവ് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ സൈഡിലൊക്കെ ഇച്ചിരി തേക്കണം കേട്ടോ. അപ്പോൾ കാരണം ഈ വിളുമ്പത്തൊക്കെ വീഴുമല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഇടാം. ഇടിയപ്പത്തിന് തേങ്ങയൊക്കെ അധികം ഇട്ടാലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണമല്ലോ. ചുമ്മാ അത് കുറച്ചൊക്കെ ഇല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കുമ്പോൾ നല്ല നിറവോടുകൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് സേവനാഴിയിലോട്ട് ഇനി മാവ് നിറയ്ക്കാം. നമ്മൾ സേവനാഴി എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഇതെടുക്കാം. നമ്മൾ റാഗി എടുക്കാം. റാഗി എടുത്തിട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിപ്പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോളം ഇട്ടു, റാഗി ഇട്ടു, അരിപ്പൊടി ഇട്ടു, ചോളം ഇട്ടു. അപ്പോൾ എല്ലാം മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ? മഞ്ഞയും കറുപ്പും വെള്ളയും കൂടെ വീഴുന്നുണ്ടോ?
ഇടിയപ്പം കണ്ടോ, വെള്ള, കറുപ്പ്, മഞ്ഞ. അപ്പോൾ ഇടിയപ്പം ഇങ്ങനെ ഇരിക്കും കണ്ടോ, നല്ല ടേസ്റ്റാണ്. രാഗിയൊക്കെ കഴിക്കാത്തവർക്കും ഇതൊക്കെ കഴിക്കാൻ പാടുള്ളവർക്കും എല്ലാം ഇങ്ങനൊരു ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ റാഗിയിലിടും, ഇനി നമുക്ക് അരിമാവ് ഇടാം. ഇനി അത് കഴിഞ്ഞിട്ട് റാഗി ഇടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോളം ഇടാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇടിയപ്പം നമുക്കിവിടെ ഉണ്ടായി. സേവനമായിട്ട് ഇടയ്ക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ചേർക്കുന്നു വെള്ള, റാഗി, ഇനി നമുക്ക് മഞ്ഞ, കണ്ടല്ലേ. ഫുള്ള് ഞാനങ്ങ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വേറെ ഒരെണ്ണത്തിനോട്ട് ആവില്ല, ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, വെള്ള, മഞ്ഞ, കറുപ്പ് ഇടിയപ്പം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വെള്ളയും മഞ്ഞയും കറുപ്പും ഒക്കെ ചേർന്ന് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നമുക്ക് എടുക്കാം. കണ്ടില്ലേ, ഇത് ലാസ്റ്റ് വരുന്ന മാവ കേട്ടോ, ഒരു ഉണ്ടയായിട്ട് ഇവിടെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി. കണ്ടോ, വെള്ള, മഞ്ഞ, കറുപ്പ്, ഇടയ്ക്കൊക്കെ വെള്ളയുണ്ട്, ഇവിടെയൊക്കെ വെള്ളയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഞാൻ അതിന് ചേർന്ന ഒരു കുറുമയും കൂടെ വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് നല്ലൊരു കശുവണ്ടിയൊക്കെ അരച്ച് ഒരു കുറുമയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും കശുവണ്ടിയും കൂടെ ചേർത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സ്പോഞ്ച് കണക്കിരിക്കുക കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതോ വെള്ളം കണ്ടല്ലേ, ഇത് മഞ്ഞ, ഇത് കറുപ്പ്. കറുപ്പിൻ്റെ അടിക്കോട്ട് കണ്ടില്ലേ, അടിപൊളിയല്ലേ. കഴിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഇത് കഴിക്കണം കേട്ടോ. യൂട്യൂബിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ പോലെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ കൂടിയാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണേ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഓക്കെ, താങ്ക് യു.